ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് 2 എടുത്തത്. ചെറുതാണെങ്കിൽ കുറച്ചധികം എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചിക്കനും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് 1/4 സ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അധികം മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കട്ടയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. മിക്സിയിലിട്ടൊന്നും അടയ്ക്കരുത്. ഇങ്ങനെ തന്നെ വേണം, എങ്കിലേ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ കൂടെ ഒഴിച്ചിട്ട് സവാള ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കനിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള മുളകും കൂടെ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് വഴന്ന് വന്നിട്ടുള്ള സവാളയിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂൺ ഗരം മസാല ആണ് കേട്ടോ നമ്മൾ ചേർക്കുന്നുള്ളത്. അത് ആദ്യം തന്നെ ഇടണമെന്നില്ല, ലാസ്റ്റ് ഇട്ടാലും മതി. ഇനി നമുക്ക് ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മസാലയും ചിക്കനും സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചതാണ് ഇത്. ഇനിയിപ്പോൾ നമുക്ക് മസാല ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതിയേ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇത് ഒരു ലൂസായി പോയിട്ട് നന്നാണ്ട് വരും കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ ഇങ്ങനെ ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ബോൾ ഷേപ്പിലാവുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ആക്കുന്നത്. അപ്പോൾ എല്ലാ മസാലയും നമ്മളിങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അതിൽ മുങ്ങിക്കിടക്കുന്ന പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കോരിയെടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോളുകളും ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒരു സൈഡ് വെന്ത് വന്നതിന് ശേഷം മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും നല്ല അടിപൊളി ഐറ്റംസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.